ഇനി കുട്ടി അവിടെ പോയി തിരിച്ചു വന്നു, ഒരു സെമസ്റ്റർ അവിടെ കഴിഞ്ഞു. 4 വർഷം എന്ന് പറയുന്ന 8 സെമസ്റ്റർ ആണ്. ഈ 8ാമത്തെ സെമസ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പൊ അതെന്തായി? ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പിന് ഇവിടെ കിട്ടുന്ന 60,000 ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ 72,000 ആയിരിക്കും, ഡിപെൻഡിങ് ഓൺ ദ കൺട്രി ഇൻ വിച്ച് യു ആർ ഗോയിങ് ടു ഡു ദ ഇന്റേൺഷിപ്പ്. ലെറ്റ്സ് സേ ലിത്വേനിയയിൽ വന്നു, അതല്ലെങ്കിൽ സ്പെയിനിൽ പോയി, അതല്ലെങ്കിൽ മാൾട്ടയിൽ പോയി, അവിടെ ഒരു 2 വർഷം പഠിച്ചു. 3ാമത്തെ വർഷത്തിന്റെ ആദ്യത്തെ സെമസ്റ്റർ ജർമ്മനിക്ക് പോയി, തിരിച്ചു വന്ന് ജർമ്മനിയിലേക്ക് തന്നെ വീണ്ടും ഒരു ഇന്റേൺഷിപ്പിന് പോവുക. അപ്പൊ വീണ്ടും ഇവിടെ ഫണ്ടിങ് വന്നു. അപ്പൊ ഇതാണ് ഇറാസ്മസ് പ്ലസ് സ്റ്റഡി, ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പ്. ഈ 2 സ്കീമും ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. ബാച്ചിലേഴ്സുകാർക്കും 12 മാസം ചെയ്യാം, മാസ്റ്റേഴ്സുകാർക്കും 12 മാസം ചെയ്യാം, ഡോക്ടറേറ്റുകാർക്കും 12 മാസം ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ? അല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് അടച്ച് ട്യൂഷൻ ഫീന് തുല്യമായിട്ടുള്ള പൈസയോളം ഞാൻ തിരിച്ചിങ്ങോട്ട് സ്കോളർഷിപ്പ് ആയിട്ട് വാങ്ങിച്ചു. ഡോക്ടറേറ്റ് എൻറ്റയർലി ഡിഫറെന്റ്, ഫുള്ളി ഫണ്ടഡ് ആയിരുന്നു. ഇപ്പോൾ ഉള്ളവരാരും ഈ സ്കോളർഷിപ്പ് കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകണം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ആണ്. അങ്ങനല്ല, മൈഗ്രേഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോകണം എന്നുള്ള ഒരു കേസാണ്. ആയിക്കോട്ടെ, പക്ഷേ നമ്മളിത് പോകുമ്പോൾ ഇത് വെർത്താണോ? യൂണിവേഴ്സിറ്റിക്ക് റാങ്കിങ് ഉണ്ടോ? കോഴ്സിന് ക്രെഡിബിലിറ്റി ഉണ്ടോ? അവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ആ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ നോക്കണം. വെറുതെ ചാടിക്കേറി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല. പിന്നെ എല്ലായിടത്തും നമുക്ക് സ്പൂൺ ഫീഡിങ് ടെക്നിക്ക് ഒന്നും അവിടെ ഇല്ല, എബ്രോഡ് ഇല്ല. ദയവ് ഇത് സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം, പേരൻസ് ശ്രദ്ധിക്കണം. അല്ല, ഇവിടെ ആണെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കാൻ അവർക്ക് കൺഫ്യൂഷൻ ആണ്. ഇത്രയും കോഴ്സുകൾ കിടക്കുകയാണ്. ഏതെങ്കിലും രക്ഷാകർത്താക്കൾ പറയുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ ഏതെങ്കിലും ഒരു കോഴ്സ് പറയുന്നു, ആ കോഴ്സ് എടുത്ത് അവർ പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഏത് കോഴ്സാണ് അവർക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടതെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ് കൗൺസിലിംഗ്. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റ് സ്റ്റുഡന്റ് കൗൺസിലിംഗ്. മിക്കപ്പോഴും കൗൺസിലിംഗ് ഇനീഷ്യൽ സ്റ്റേജസ് ഞാൻ തന്നെയാണ്. ഞാൻ നല്ല തിരക്കാണെങ്കിൽ മാത്രമേ സ്റ്റാഫിലേക്ക് അത് ലീഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡന്റ് കൗൺസിലിംഗ്, അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കും, അവരോട് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് ചോദിക്കും, അവരുടെ മാർക്ക് നോക്കും, അതിന്റെ പെർസെന്റേജ് നോക്കും. അതിനുശേഷം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള 3-4 യൂണിവേഴ്സിറ്റികൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കും, എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞു കൊടുക്കും, പാർട്ട് ടൈമിന്റെ കേസ് പറഞ്ഞു കൊടുക്കും. പിന്നെ പാർട്ട് ടൈം ഞാൻ അങ്ങനെ പ്രൊമോഷൻ കൊടുക്കാറില്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. 40 മണിക്കൂറൊക്കെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്ന ഈ ലിത്വേനിയ 1-2 കൺട്രീസ് ഒക്കെ മാത്രമേ ഉള്ളൂ. പെർ വീക്കിന്റെ കേസാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇൻക്ലൂഡിങ് UK 20 മണിക്കൂറേ ഉള്ളൂ. അതിൽ തന്നെ നല്ല ടൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ പിള്ളേർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈമിന്റെ പുറകെ പോയി ക്ലാസ് കയറാതിരിക്കും. എല്ലാ രാജ്യത്തിനും അവരുടെ റെഗുലേഷൻ ഉണ്ട്. ഒരു കുട്ടിക്ക് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് 2 വർഷത്തേക്കാണ് ലിത്വേനിയക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ പല രാജ്യങ്ങളും 2 വർഷത്തേക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിസയെ, ഇവര് ഈ വിസ കൊടുക്കുന്ന മൈഗ്രേഷന് വേണ്ടിയല്ല, സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി റിമൂവിംഗ് യു ഫ്രം ദി സ്റ്റുഡന്റ് ലിസ്റ്റ് ആൻഡ് യു നീഡ് ടു ഗോ ബാക്ക് ടു യുവർ കൺട്രി. ഇതിനു വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെട്ടത്? അപ്പൊ ഈ ഇനീഷ്യൽ എല്ലാ ഗൈഡൻസ് നമ്മൾ തുടക്കത്തിലെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ എന്റെ സ്റ്റുഡൻസ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ടൈം ആയിട്ട് അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടിയ കുട്ടികളുണ്ട്. അതുകൂടാതെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട്, 2ാമതും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും വെറുതെ ഇരുന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്നതും ഭയങ്കര വ്യത്യാസം.